ഇവിടെ വന്ന് ആണുമില്ലല്ലോ കൊച്ചു പിള്ളേരെ പോലെ ഒളിച്ചു കളിക്കാൻ വേണ്ടിട്ട്. ഇത് നീ അതിന്റെ പണ്ടയിലോട്ടൊക്കെ വലിച്ചു കയറി. എടാ എന്റെ പടലിക്കല്ല, അങ്ങോട്ട് കയറടാ. ഇങ്ങോട്ടാ ഇവിടെ എവിടെ പോയി അടുത്ത കൊണ്ടിരിക്കുന്നവരും മത്സരത്തിരിക്കുന്നവരും എല്ലാവർക്കും സാറ്റ്. സാറ്റോ? ഞാൻ വിളിച്ചൊന്നുമില്ല. അന്നപ്പയോളി ഞാനേ ജംഗ്ഷനിൽ നിന്ന് വരുന്നേ. പിന്നെ ഞാൻ അങ്ങനെ കളിക്കുന്നേ? അമ്മ നാടെ കുഴിയിരിക്കുന്നു. എന്തുവാണ് ചെറുക്ക കളി അലമ്പാക്കാനായിട്ട്? നാണല്ലേ അമ്മ നിങ്ങൾക്ക് വയസ്സാങ്കാലത്ത് സാറ്റ് കളിക്കാൻ? ചേട്ടൻ ചേട്ടത്തി എന്തി? എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഓ എനിക്കറിയത്തില്ല, എന്നെയാണോ പിടിച്ച് കയറ്റി നീ? ഇതെങ്ങനെ അങ്ങോട്ട് ഇറങ്ങിയേ? അതൊക്കെ ഇറങ്ങി ഞാൻ. എന്നാ ഇറങ്ങി പോലെ നീ കയറി വാ, എനിക്ക് വേറെ പണിയുണ്ട്. ചേട്ടാ ചേട്ടത്തി ഇതെല്ലാത്തിനും വട്ടായോ? അച്ഛമ്മ താണ്ട ഭയങ്കര ചേട്ടത്തിയോട് ഒളിച്ചിരിക്കുന്നേ. അങ്ങനെയാ? അതാ വരുന്ന ഓട് മക്കളെ, ഇപ്പൊ പപ്പടമായ ഞാൻ സാറ്റ് അടിച്ചു. നാണമില്ലല്ലേ അച്ഛൻ വെച്ച് സാറ്റ് അടിച്ച് ഹീറോ ആയി സാറ്റ് അടിക്കാൻ? പോയി ചത്തൂടെ. നിങ്ങളാരല്ലേ എന്നെ ഇവിടെ നിന്ന് പിടിച്ച് കയറ്റി? അയ്യടാ കുറച്ച് കഴിയട്ടെ. ഇവിടെ അനീചറുക ഇവിടെ സന്തോഷം കളിയാണെന്നുണ്ടാ. നീ പോയത് പോലെ ഇവിടെ ഭയങ്കര സന്തോഷം. തിരിച്ച് വന്നു കയറി ദുരന്ത പ്രവാഹം. ഞാൻ പോയപ്പോ എന്താ നിങ്ങൾ സന്തോഷത്തിന്റെ വിത്തിട്ടോ? ഇന്നലെ വൈകുന്നേരം അച്ഛ ഇട്ട്, ഇന്ന് രാവിലെ അത് കിളിച്ച് കായും വന്ന് ഞങ്ങൾ അത് തിന്നോണ്ടിരിക്കുകയാണ്. അതിന്റെ സന്തോഷമാണ്. അച്ഛനും ചേട്ടനും എന്നെ സഹായിക്കണം. എന്തോന്നു? എന്നെ കുറച്ചമാര് ജംഗ്ഷനിൽ വെച്ച് കളിയാക്കി. ആരടാ നിന്നെ കളിയാക്കിയത്? കിച്ചു, പിച്ചു, മിഥുൻ കെ പി, രായണ്ണൻ, താടിയുള്ള സുലൈമാൻ. ശരി, ഈ വയസ്സന്മാരാണ് ഇതിനെ കളിയാക്കിയത്? ഈ വയസ്സന്മാരൊന്നല്ല. കിച്ചു മിച്ചു ഒക്കെ കൊച്ചു പിള്ളേരാ. മറ്റേ മിഥുൻ കെ പി ഇടത്തരം. അച്ഛാ അവന്മാരൊക്കെ നമുക്ക് പൊക്കണം. എന്നിട്ട് അച്ഛ ഒരു 30 രൂപ വെച്ച് അങ്ങ് കൊടുക്ക്. അവര് ചായ ഇവിടെ വാങ്ങിച്ചിങ്ങോട്ട്. ചേട്ടാ ചേട്ടാ 50 രൂപ കൊടുത്തേക്ക് ചേട്ടാ. അച്ഛാ അച്ഛനെങ്കിലും ഒന്ന് വാച്ചാ. ഓടാ ഞാൻ വരുന്നില്ല, എന്റെ പൈസ ഒന്നുമില്ല. എടാ അവരെന്തോ പറഞ്ഞാ നിന്നെ കളിയാക്കിയ? ചിരിക്കാതെ ഞാൻ പറയട്ടെ. അവരെന്തോ പറഞ്ഞ എന്നെ കളിയാക്കി. എനിക്കൊന്നും ഓർമ്മയൊന്നുമില്ല. എന്തോ പറഞ്ഞെങ്കിൽ വരുന്നില്ലെന്ന്. അത് തന്നെ അച്ഛമ്മ, അത് അവന് കിട്ടേണ്ടതായിരുന്നു. കിട്ടണ്ടായിരുന്നു. ഞങ്ങള് കളിക്കാൻ പോകുന്നത് നീ എന്റെ കൊച്ചിനെങ്കിതാ ഉറങ്ങി. അടുത്ത ആരാണ്? അടുത്ത ആരാണ്? പൊക്കോ നീ പൊക്കോ. അപ്പൊ എന്റെ ആരും നിങ്ങൾ പ്രതികാരം ചെയ്യാൻ വരത്തില്ലല്ലേ? ഞങ്ങൾ ആരും പറഞ്ഞില്ല. ഞങ്ങൾ കുറച്ചു നേരം ഇവിടെ സന്തോഷത്തോടെ ജീവിക്കട്ടെ. ഓ അത് ശരി. അപ്പൊ എന്റെ മാനത്തിന്റെ കാട്ടി വലുതാ നിങ്ങൾക്ക് സാറ്റ് കളി. നടക്കട്ടെ, ശരിയാക്കി തരാം. ഓ എന്നോട് ആരും വരണ്ട. ശരി ഇവൻ ആരെങ്കിലും സന്തോഷമായിട്ടിരിക്കണ്ട. അപ്പൊ അവന് പല്ലിൽ പുളിപ്പ് കയറും. അവ ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഇവിടെ ഒന്ന് ആഘോഷിച്ചാണ്. അതാണ് അതിനു മുമ്പ് എന്നെ ഇവിടെ നിന്ന് പിടിച്ച് കയറ്റുവോ? ഇത് വലിയ ശല്യമായല്ലോ. അച്ഛ കൊറേ നേരം ആകുമ്പോ കുഴി കിടക്കുന്നു. ഒന്ന് പിടിച്ച് കയറ്റച്ച. ഒന്ന് പിടിച്ച് എഴുത്ത് ചേട്ടാ. ഹലോ 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 അളിയാ രാശ, ഞാൻ അളിയാ മറ്റേ സുമേഷടാ. എടാ അളിയാ നീ ഒന്ന് വരണം അളിയാ ഇവിടം വരെ. ഗുണ്ടായിസം കാണിക്കാൻ നീ വന്നേ പറ്റൂ. എടാ അച്ഛനും എന്തുവാ? എടാ അച്ഛനൊക്കെ എന്നെ കൈ കഴിഞ്ഞു. ഇനി നീയും കൂടെ കൈ കഴിഞ്ഞ് ആകെ വിഷയവും. വിഷയമാവെന്ന് പറഞ്ഞാൽ വിഷയവും. എടാ എന്തുവാ മറ്റവന്മാരെ ഒതുക്കിയില്ലെങ്കിൽ എനിക്ക് വീട്ടിൽ പുറത്തിറങ്ങാൻ പറ്റത്തില്ല. നീ വരുമോ നീ?
അതിനായിരം ആശകളാലൊരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ഞാൻ ഒരു മധുരക്കിനാവിന്നു കുടമുല്ലപ്പൂ വിരിഞ്ഞു അതിനായിരം ആശകളാലൊരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ഞാൻ. കണ്ടാണോ ഇഷൽ സന്ധ്യ നട്ടുച്ചയ്ക്കാണോ വിശേഷന്തി നടത്തുന്നേ? ഓ എടാ ഒന്ന് സന്തോഷമായിട്ടിരിക്കടാ. നിന്നെ സങ്കടപ്പെടുത്തി വേണ്ടിയ ഈ മുതുക്ക് കൂത്താടം നടന്നത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി കേട്ടോ. എന്തുവാടാ സുമേഷ ഇത്? എടാ ഞങ്ങളിങ്ങനെ പാട്ടുപാടി സന്തോഷിക്കുന്നതിന് നിനക്ക് എന്തിനാടാ ഭ്രാന്ത് പിടിക്കുന്നത്? നിനക്ക് ഇഷ്ടമല്ല നീ പോടാ. എന്നെ സങ്കടപ്പെടുത്തിയിട്ടേ ഇവിടെ ആരും നേരെ കിടന്നിറങ്ങൂല. ഇന്ന് സൂര്യ അസ്തമിക്കുന്നതിന് മുന്നേ കുടുംബം പൊട്ടിച്ചതാണ് സുമേഷ്. നോക്കിക്കോ. അധരമൃത ജലശേഖരം നയനം മധുര ശിശിരാമൃതം ചിരിമണിയിൽ ചെറുകിളികൾ മേഘനീലമൊഴുകി വരൂ പൂഞ്ചുരുൾ ചായൽ എന്തൊരുന്മാദം എന്തൊരാവേശം ഒന്ന് ആര് കളിക്കുന്നില്ലേ? സന്തോഷമായിട്ടിരിക്കാൻ സമ്മതിക്കില്ലല്ലേ?